Hi students, welcome to Sauhrada Club Motivation Class Positive Thinking Lead to a Success. ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആയ നിങ്ങളെല്ലാവരും നമ്മുടെ സൗഹൃദ ക്ലബിൻ്റെ അംഗങ്ങളാണ്. കൗമാര കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പലവിധ ഉത്കണ്ഠകളും പ്രതീക്ഷകളും ആശകളും നിരാശകളും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നിങ്ങളുടെ മാനസികവും ശാരീരികവും വിദ്യാഭ്യാസപരവുമായ എല്ലാ മേഖലകളെയും സപ്പോർട്ട് ചെയ്യുക എന്നാണ് സൗഹൃദ ക്ലബിൻ്റെ ലക്ഷ്യം. നമുക്ക് സൗഹൃദ ക്ലബിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. എയിം ഓഫ് ദ സൗഹൃദ ക്ലബ്ബ്. ദ എയിം ഓഫ് ദ ക്ലബ് ഈസ് ടു ഇംപ്രൂവ് ദ ഫിസിക്കൽ, academic, social and interpersonal skills of the adolescents and lead them towards a successful adulthood. Sauhrada Club assures a platform for the students to express their problems frankly. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മളൊരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഏതാണ്? COVID-19 എന്ന കാലഘട്ടം. ഈ COVID-19 കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് പ്രത്യാശയും കരുതലും പകർന്നു കൊടുക്കണം. ഈ പ്രത്യാശയും കരുതലും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിലോട്ട് അത് പകർന്നു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാം, ഏത് മഴയും തോരും, ഏത് കാറ്റും അടങ്ങും, ഏത് രാവും പുലരും. അതുപോലെ നമ്മുടെ ഈ കോവിഡ് എന്ന മഹാമാരിയും അത് കാറ്റും കോളും എല്ലാം അടങ്ങി നല്ലൊരു നാളെ നമുക്ക് ഉണ്ടാകും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് നമ്മൾ പോസിറ്റീവ് തിങ്കിങ് എന്ന ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഇപ്പോൾ കോവിഡ് നമുക്കറിയാം, അത് നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പല പല പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടേണ്ടി വരും. ആ കാലഘട്ടത്തിലെല്ലാം നമ്മൾ തരണം ചെയ്ത് വിജയം നേടണം. ആ വിജയം നേടാൻ വേണ്ടി ചില വാല്യൂസ്, ചില പോയിന്റ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പോസിറ്റീവ് തിങ്കിങ്. ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ 36,000 മുതൽ 60,000 വരെ ചിന്തകൾ ഒരു ദിവസം കടന്നു പോകുന്നു. ഇതിൽ 95% ചിന്തകളും ആവർത്തിക്കപ്പെടുന്നുണ്ട്. 95% ചിന്തകൾ. ഈ ആവർത്തിക്കുന്ന 90% ചിന്തകളിൽ 80% നെഗറ്റീവ് ചിന്തകളാണ്. 80% നെഗറ്റീവ് ചിന്തകൾ, അതായത് ദുഃഖകരമായ പല കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോഴൊക്കെ നമ്മുടെ മുഖം ചുമക്കുന്നു. അതായത് നമ്മുടെ ശരീരത്തെ പലതരത്തിലുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഹോർമോൺസ് നമുക്ക് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അതൊക്കെ നെഗറ്റീവായിട്ടുള്ള ഇതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് ഏൽപ്പിക്കുന്നത്. എന്നാൽ അതുപോലെ ഇവിടെ പറയുകയാണ്, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഹോർമോൺ വ്യതിയാനങ്ങൾ മനുഷ്യന്റെ ഊർജ നിലവാരം കുറയ്ക്കുന്നുണ്ട്. അതിന് പ്രതിവിധി പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുക എന്നുള്ള പോസിറ്റീവ് ചിന്തകൾ. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പം സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. ഇതിന് ഫസ്റ്റ് ഇയറിൽ റിസൾട്ട് വന്നതേ ഉള്ളൂ. അതിനകത്ത് മാർക്ക് ചിലതിനൊക്കെ നല്ല മാർക്കുണ്ട്. എന്നാൽ ചില സബ്ജക്റ്റിന് മാർക്ക് കുറവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ മനസ്സിലോട്ട് ആവർത്തിച്ച് വരുന്നത്. അതായത് നിങ്ങൾ പറയണം, എനിക്ക് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കും, ഞാൻ സെക്കൻഡ് ഇയർ ആയിട്ടേ ഉള്ളൂ, എനിക്ക് ഇനിയും പഠിച്ചാൽ മാർക്ക് വാങ്ങിക്കാം എന്നുള്ള ആ ഒരു പോസിറ്റീവായ ചിന്ത നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു പുതിയ ഊർജം നിങ്ങൾ കൊടുക്കുകയാണ്. അന്നേരം പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നിറയ്ക്കണം. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക. ഈ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു മെന്റൽ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ്. ഇറ്റ് ഈസ് എ മെന്റൽ ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണാം. ഒരു ശരാശരി മലയാളിയുടെ തിങ്കിങ്ങും ആറ്റിറ്റ്യൂഡ്സും മനോഭാവവും എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ ഇതിലെ നായകനെ കാണുമ്പോൾ നമ്മളെ തന്നെ കാണുകയാണ്. നമ്മൾ ഇങ്ങനെയുള്ള പല സിറ്റുവേഷനിലും നമ്മളും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്കും പല സ്വഭാവമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്ന സ്വഭാവം വേറെ, വെറുതെ
അത് നല്ല സദ്യ ഉണ്ടാത്തോണ്ട് തോന്നുന്നു. സാമ്പാറിലെല്ലാം കഷ്ണങ്ങളുണ്ടോ? കൂട്ടുകറിക്കാണെ പോകം വേണം, പായസത്തിനാണെ മധുരം പോരാ. അപ്പൊ അടുത്ത ആഴ്ച രാഘമാഷിന്റെ മോളെ ഇപ്പം നമ്മളിവിടെ കണ്ടത് ഒരു മലയാളിയുടെ കാര്യമാണ്. മലയാളികൾ, ഒരു ശരാശരി മലയാളി, അതായത് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ആണ് അവന്റെ നോട്ടം. അവന്റെ കാര്യമല്ല നോക്കുന്നത്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും. അതായത് പഴത്തിന് ഉപ്പില്ല. എന്നാൽ വിദേശീയർ എങ്ങനെയാന്ന് ചോദിച്ചാൽ അവരുടെ കാര്യങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. അവർ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാൻ നോക്കുന്നില്ല. അവരെ തന്നെ എങ്ങനെ ഡെവലപ്മെന്റ് നടത്താമെന്നാണ് അവർ നോക്കുന്നത്. അതായത് ഞാൻ 12 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടെ കണ്ടിരിക്കുന്ന വിദേശികളെല്ലാം ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതാണ്. അത് മറ്റുള്ളവരെ, നമ്മളെ അല്ല അവർ ശ്രദ്ധിക്കുന്നത്, അവരെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. നമ്മളും അങ്ങനെയാകണം. നമ്മുടെ പോരായ്മകൾ ഏതാണെന്ന് തിരിച്ചറിയേണ്ടത്, മറ്റുള്ളവരുടെ പോരായ്മയിലേക്കല്ല നമ്മൾ മുഖം തിരിക്കേണ്ടത്. നാം സൃഷ്ടിച്ച ലോകം നമ്മുടെ ചിന്തയുടെ ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ ചിന്താഗതി മാറ്റാതെ തന്നെ അത് മാറ്റാനാവില്ല. ഇത് പറഞ്ഞത് ആരാണ്? നിങ്ങൾക്കറിയാം, ലോകോത്തര പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. The world we have created is a product of our thinking. It cannot be changed without changing our thinking. അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിൽ പതിക്കുക. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ബ്രെയിനിന്റെ പടവ, അതായത് തലച്ചോറ്. അനേകം 1000 മടക്കുകളും ചുളുക്കുകളുമുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം. ഈ ബ്രെയിനാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ബ്രെയിനിന്റെ ഇടതുഭാഗവും വലതുഭാഗവും ഒക്കെ നിങ്ങൾ കണ്ടു. അതിലെ ഡെവലപ്മെന്റ് അനുസരിച്ചാണ് ഓരോ മനുഷ്യന്റെയും കഴിവുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിലെ ബാക്കി എല്ലാ അവയവങ്ങളും മാറ്റിവെക്കാം. എന്നാൽ നമ്മുടെ തലച്ചോറ് മാത്രം ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല. തലച്ചോറ് മാറ്റിവെച്ചാൽ ഒരാളുടെ ഐഡന്റിറ്റി അങ്ങ് നഷ്ടപ്പെടുക. ഹൃദയം വരെ മാറ്റിവെച്ചിട്ടുണ്ട്, അല്ലെ? മനുഷ്യന്റെ തലച്ചോറിനെ നശിപ്പിക്കുന്ന 10 ദുശീലങ്ങളുണ്ട്. ഒന്നാമത്തെ ആണ് പുകവലി, അതുപോലെ മലിനവായു, തലമൂടിയുള്ള ഉറക്കം. നിങ്ങൾ ഉറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുതപ്പ് വെച്ചങ്ങ് മൂടി, തണുപ്പ് കാലത്തൊക്കെ നല്ല രസമാണ് അങ്ങനെ തലമൂടിയൊക്കെ ഉറങ്ങാൻ. പക്ഷെ അത് നമുക്ക് ദോഷകരമാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും, അല്ലെ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാതെ നമ്മുടെ പുതപ്പിനുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ അത് നമ്മളെ ദോഷകരമാണ്. അതുപോലെ പ്രഭാത ഭക്ഷണം ഒഴിവാക്കല്. നിങ്ങൾക്കറിയാം, ബ്രെയിനിന്റെ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് എനർജി കിട്ടണം, ഒരു ദിവസത്തേക്കുള്ള മൊത്തം എനർജി കിട്ടണമെങ്കിൽ ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതുപോലെ അമിത ആഹാരം, മധുരത്തിന്റെ അമിത ഉപയോഗം. മധുരം കൂടിപ്പോയാൽ നമുക്കറിയാം ബ്ലഡില് ഓക്സിജന്റെ അളവ് കുറയും. ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്നു. അതുപോലെ ഉറക്കക്കുറവ്. ഉറങ്ങാതിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിന് വിശ്രമം കിട്ടത്തില്ല. വട്ടുപിടിച്ച് നടക്കുന്ന പോലെയൊക്കെ നടക്കും, അല്ലെ? നമ്മൾ പിച്ചും പേയും ഒക്കെയാണ് ഉറക്കക്കുറവ് വന്നാൽ. അതുപോലെ തന്നെ വിശ്രമരാഹിത്യം, അതും നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കുന്നതാണ്. എപ്പോഴും ബ്രെയിൻ സെൽസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയുള്ളതാണ് നിർജ്ജലീകരണം. വിദ്യാർത്ഥികളായ നിങ്ങൾ പ്രത്യേകിച്ച് ധാരാളം വെള്ളം കുടിക്കണം. പിന്നെയുള്ളതാണ് തലച്ചോറിന്റെ വ്യായാമക്കുറവ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അന്നേരം നമ്മുടെ കരിക്കുലം ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കഴിവിനെ ആശ്രയിച്ചാണ്. നിങ്ങൾക്ക് എത്രമാത്രം പഠിക്കാം എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അന്നേരം അത് പഠിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? തലച്ചോറിന് വ്യായാമക്കുറവ്, തലച്ചോറിന് ശരിയായിട്ടുള്ള ആ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അന്നേരം മടിയനായിട്ട് പോയി അതൊക്കെ നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ദുശീലങ്ങളാണ്. അന്നേരം ഈ 10 കാര്യങ്ങൾ ഓർത്തിരിക്കുക, ഇതിനെ ഒഴിവാക്കുക. സ്വന്തം കഴിവിലുള്ള വിശ്വാസമാണ് വിജയത്തിലേക്കുള്ള ആദ്യ ചുവട്. അതുപോലെ ഉറച്ച തീരുമാനത്തോടെ എഴുന്നേൽക്കുക, തികഞ്ഞ സംതൃപ്തിയോടെ ഇരിക്കുക. പരാജയം എന്നത് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള അവസരമാണെന്ന് ഓർക്കുക. ഇന്നലെയിൽ നിന്ന് പഠിക്കുക, ഇന്ന് ജീവിക്കുക, നാളെയെക്കുറിച്ച് പ്രതീക്ഷിക്കുക. അതുപോലെ സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തയെ പ്രവൃത്തിയിലൂടെ സഫലമാക്കുക. നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തി ജ്വലിക്കുക, എപ്പോഴും പുഞ്ചിരിക്കുക.
എപ്പോഴും താഴെ നോക്കി നടക്കുന്നവർക്ക് ഒരിക്കലും മുകളിലുള്ള മഴവില്ല് കാണാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് പറക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓടുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നമ്മൾ ആദ്യം പോസിറ്റീവ് തിങ്കിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇന്റേണൽ മെന്റൽ പ്രോസസ് ദാറ്റ് യൂസസ് ഇൻഫർമേഷൻസ് ആസ് ഇൻപുട്ട്. നിങ്ങൾക്കറിയാം, നോളജ്, പലതരത്തിലുള്ള അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അധ്യാപകരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ അറിവുകൾ ചിലപ്പോൾ നെഗറ്റീവ് അറിവുകളാകാം, ചിലപ്പം പോസിറ്റീവായിട്ടുള്ള അറിവ്. അതാണ് നല്ല കൂട്ടുകൂടണം, ചീത്ത കൂട്ടുകൂടിയാൽ നമ്മൾക്ക് ചീത്ത അറിവുകളാണ് ലഭിക്കുന്നതെന്നൊക്കെ പഴമക്കാർ പറയുന്നത്. ഇവിടെ തിങ്കിങ് ഇന്റഗ്രേറ്റ്സ് ദാറ്റ് ഇൻഫർമേഷൻസ്, പലതരം ഇൻഫർമേഷൻസ് നമുക്ക് ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്നു. എന്നിട്ട് നമ്മുടെ ചിന്തകൾ ഇന്റഗ്രേറ്റ്സ് ദാറ്റ് ഇൻഫർമേഷൻസ് ഇൻടു പ്രീവിയസ് ലേൺഡ് മെറ്റീരിയൽ ആൻഡ് ദെൻ റിസൾട്ട്സ് ഇൻ നോളജ്. ഇറ്റ് മേ ഒക്കർ അറ്റ് എനി മൊമെന്റ്. നമ്മുടെ അറിവുകൾ എവിടെ വേണേലും, ഏത് അവസരത്തിൽ നമുക്ക് പുതിയ പുതിയ അറിവുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. Positive thinking is the process of creating thoughts to bring into creation of a positive outcome, which you see as a benefit to yourself or to others. A complete mental state involving belief, feeling and values and disposition to act in different ways. നമ്മുടെ മനോഭാവം എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? A complete mental state involving beliefs, feelings and values and disposition to act in different ways. നമ്മുടെ റിസൾട്ടാണ്, ഔട്ട്പുട്ടാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. എനി ആക്ഷൻ ഓഫ് എ പേഴ്സൺ ഓർ ആനിമൽ ഈസ് കോൾഡ് ബിഹേവിയർ, അതായത് റെസ്പോൺസ് ടു വൺസ് എൻവയോൺമെന്റ്. ഈ തിങ്കിങ്ങും ആറ്റിറ്റ്യൂഡിൽ നിന്നും എല്ലാമാണ് ബിഹേവിയർ ഉടലെടുക്കുന്നത്. നമുക്ക് പറയാം, ഒരു കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും മോണിറ്ററും കാണുന്ന പോലെ നമ്മുടെ മനുഷ്യരിലും തിങ്കിങ് ഒരു ഹാർഡ്വെയർ ആണ്. അതിന്റെ സോഫ്റ്റ്വെയർ, അതായത് പ്രോഗ്രാമിംഗ് ആണ് ആറ്റിറ്റ്യൂഡ്. അതുപോലെ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് മോണിറ്ററിൽ കാണുന്ന പോലെയാണ് ബിഹേവിയർ ആയിട്ടാണ് മനുഷ്യരിൽ കാണപ്പെടുന്നത്. നമ്മുടെ ഔട്ട്പുട്ടാണ് ബിഹേവിയർ. തിങ്കിങ്ങും ആറ്റിറ്റ്യൂഡും ബിഹേവിയറും കൂടി ചേർന്നാണ് നമ്മളുടെ ആകെക്കൂടിയുള്ള നല്ല പോസിറ്റീവ് ബിഹേവിയർ. പോസിറ്റീവ് തിങ്കിങ് നടക്കുമ്പോൾ പോസിറ്റീവ് ആക്ഷൻ ഉണ്ടാകുന്നു, പോസിറ്റീവ് ഹാബിറ്റ്സ് ഉണ്ടാകുന്നു, അതുപോലെ പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാകുന്നു. പോസിറ്റീവ് റിസൾട്ട്സ് നമ്മളിൽ നിന്ന് നന്മ പുറപ്പെടുന്നു. നമുക്കറിയാം, മൈൻഡും ബോഡിയും സ്പിരിറ്റും എല്ലാം ഇന്റർ കണക്റ്റഡാണ്. നമ്മുടെ ആത്മാവ് അവസാനം എവിടെ ചെന്ന് എത്താനുള്ളതാണ്? ദൈവത്തിൽ എത്താനുള്ളതാണ്. അതായത് വലിയൊരു പോസിറ്റീവ് എനർജിയിലോട്ട് പോകണം. നമ്മൾ പോസിറ്റീവ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ പോസിറ്റീവ് എനർജിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കുള്ളൂ. പോസിറ്റീവ് തോട്ട്സ് പ്ലസ് പോസിറ്റീവ് ആക്ഷൻസ് പ്ലസ് പോസിറ്റീവ് ഫീലിംഗ്. പോസിറ്റീവ് തിങ്കിങ് ഇസ് ദ നാച്ചുറൽ സോഫ്റ്റ്വെയർ ഫോർ യുവർ മൈൻഡ്. നാച്ചുറൽ സോഫ്റ്റ്വെയർ ആണ് പോസിറ്റീവ് തിങ്കിങ്. പോസിറ്റീവ് തിങ്കിങ് ഈസ് മോർ ദാൻ എ ഗുഡ് ഐഡിയ. ഒരു നല്ല ആശയത്തെക്കാളും നമുക്ക് വേണ്ടത് പോസിറ്റീവ് തിങ്കിങ് ആണ്. ഇറ്റ്സ് ഹൗ ഗോഡ് ഡിസൈൻ യുവർ മൈൻഡ് ടു വർക്ക്. നമ്മുടെ ആത്മാവിൽ അത് നിക്ഷേപിച്ചിട്ടുണ്ട് ദൈവം. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് വാട്ട് യു ഡു നോട്ട് ഹാവ് ഇൻ ലൈഫ്, യു ഡോണ്ട് ഹാവ് എനിത്തിങ്. അതായത് ജീവിതത്തിൽ ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ ഒന്നും നമുക്ക് നേടാൻ സാധിക്കത്തില്ല. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങളുടെ ചുറ്റുപാട് നോക്കുക. എനിക്ക് എന്തെല്ലാം ഉണ്ട്, ആ കാര്യങ്ങളിൽ നിങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുക. ഇഫ് യു ലുക്ക് അറ്റ് വാട്ട് യു ഹാവ് ഇൻ ലൈഫ്, യു ഹാവ് എവരിതിങ്. ജീവിതത്തിൽ എന്തുണ്ടെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ നമ്മൾ സംതൃപ്തരായിരിക്കും. ഇദ്ദേഹമാണ് കൊളോണൽ ഹാർലൻ ഡേവിഡ് സാൻഡേഴ്സ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ ബിസിനസ്മാനാണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ 2ാമത്തെ ഭക്ഷ്യ ശൃംഖലയുടെ ഉടമസ്ഥൻ KFC ചിക്കൻ. ഇപ്പം മനസ്സിലായല്ലോ, KFC ചിക്കൻ. എല്ലാവർക്കും അതിന്റെ ടേസ്റ്റ് ഒക്കെ വളരെയധികം ഇഷ്ടമാണ്. ഇദ്ദേഹം
അദ്ദേഹത്തിന്റെ അച്ഛൻ 5-ാം വയസ്സിൽ മരിച്ചുപോയി. 16-ാം വയസ്സിൽ അദ്ദേഹം പഠനമൊക്കെ നിർത്തി ജോലിക്കിറങ്ങി. കാരണം ജീവിക്കണമല്ലോ. ജോലിക്കിറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. റെസ്റ്റോറൻറ്റുകളിൽ, ട്രെയിനിൽ കൽക്കരി നിറയ്ക്കാൻ വേണ്ടി, അങ്ങനെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തപ്പോൾ എല്ലാത്തിലും അദ്ദേഹത്തിന് പരാജയം മാത്രമേ സംഭവിച്ചുള്ളൂ. പരാജയം. അദ്ദേഹം നിരാശനായി. 65 വയസ്സ് വരെ അദ്ദേഹം പല സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടന്നു. ഒരിടത്തും സക്സസ് ആയില്ല. റെസ്റ്റോറൻറ്റിൽ അദ്ദേഹം ജോലി കയറി. പക്ഷെ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഗുണമുണ്ടായിരുന്നു. ആ ഗുണം അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കുന്ന ചിക്കന് നല്ല ടേസ്റ്റായിരുന്നു. അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹത്തിന്റെ പാഷൻ അതാണെന്ന് അദ്ദേഹത്തിന് ഒരു അറിവുണ്ട്. പക്ഷെ എങ്കിലും അദ്ദേഹം 65-ാം വയസ്സിൽ ലോകത്തിന് എന്നെ വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലെത്തി അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നാൽ ആ ആത്മഹത്യയും പരാജയപ്പെട്ടു. അതിൽ നിന്നാണ് അദ്ദേഹം തന്റെ പാഷനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. $85 കടം വാങ്ങി അദ്ദേഹം ചിക്കൻ കുക്ക് ചെയ്ത് പല റെസ്റ്റോറൻറ്റുകളിൽ കൊണ്ടുവന്ന് വിൽക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യമൊന്നും 1150 റെസ്റ്റോറൻറ്റുകൾ റിജക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ട ഈ ചിക്കൻ. അവർക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത്, ഇങ്ങനെ ചിക്കൻ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നുള്ളത്. അവരെല്ലാം റിജക്റ്റ് ചെയ്തു. പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ് മാത്രം വാങ്ങിച്ചു. പക്ഷെ ആ റെസ്റ്റോറൻറ്റിലെ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നീട് അത് എല്ലാവരും ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം വളർന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അദ്ദേഹം വളരെയധികം ഉയർന്നു. 88-ാം വയസ്സിൽ അദ്ദേഹം ലോകത്തിലെ കോടീശ്വരന്മാരിൽ ഒരാളായി മാറി. അന്നേരം അദ്ദേഹം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തിന്റെ പാഷനാണ്. പാഷൻ അനുസരിച്ച് ഏത് ജോലി ചെയ്താലും അതിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ സാധിക്കും. അന്നേരം നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തിനോടാണ് പാഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ചിലർക്ക് സയന്റിസ്റ്റ് ആകാനാണ് ആഗ്രഹമെങ്കിൽ ആ നിലയ്ക്ക് നീങ്ങുക. ഫോട്ടോഗ്രാഫർ ആകാനാണെങ്കിൽ അങ്ങനെ പോവുക. അതുപോലെ യൂട്യൂബർ ആകാനാണെങ്കിൽ ആഗ്രഹമെങ്കിൽ ആ ഫീൽഡിൽ നിങ്ങൾ നോക്കുക. ധാരാളം പണം സമ്പാദിക്കുന്നവരുണ്ടല്ലേ. അന്നേരം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് ഏതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പോവുക. Watch your definitions, they become thoughts. Watch your thoughts, they become words. Watch your words, they become actions. Watch your actions, they become your destiny. നിങ്ങളുടെ വിധിയെ നിർണ്ണയിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അന്നേരം എല്ലാം ശ്രദ്ധാപൂർവമായിരിക്കണം എന്ന് മാത്രം. പരുന്തിന്റെ ലൈഫ് സ്പാൻ ഒന്ന് കാണാം. ഒരു പരുന്തിന്റെ വയസ്സ് 70 വയസ്സാണ്. പക്ഷെ അത്രയും കാലം ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ആ പരുന്തിന് കടുത്ത തീരുമാനമുണ്ട്. കാരണം 40 വയസ്സാകുന്നതോടെ ഇരയെ പിടിക്കാൻ സഹായിച്ചിരുന്ന നീളമുള്ള നഖങ്ങൾ വഴങ്ങാതെ മൂർച്ചയുള്ള ചുണ്ട് താഴേക്ക് വരും. അതുപോലെ പ്രായം ചെന്ന് തൂവലുകൾ കട്ടി കൂടി ഭാരമാകും. അത് പറക്കാൻ ക്ലേശകരമാണ്. ആസന്നമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴി മാത്രമേ അതിനുള്ളൂ. അതിവേദനാജനകമായ ഒരു പരിവർത്തനം അതിനാവശ്യമാണ്. അതിനായി പാറമുകളിലുള്ള തന്റെ കൂട്ടിലേക്ക് പരുന്ത് പറന്നെത്തും. പാറയിൽ തട്ടിയുരച്ച് ചുണ്ട് ഇളക്കി മാറ്റും. എന്തൊരു വേദനയായിരിക്കും. പുതിയ ചുണ്ട് വളർന്നു വരുന്നവരെ കാത്തിരിക്കും. അടുത്ത ഘട്ടം ചുണ്ടുകൊണ്ട് നഖങ്ങൾ പിഴുതു മാറ്റും. പുതിയ നഖങ്ങൾ ഉണ്ടാകുമ്പോൾ പഴയ തൂവലുകൾ പറിച്ചു മാറ്റും. വേദനാജനകമായ ഒരു പരിവർത്തനമാണ്. ശേഷം ഒരു പുനർജന്മമാണ് പരുന്തിന് ലഭിക്കുന്നത്. ഇനി ഒരു 30 വർഷം ജീവിക്കാൻ വേണ്ടിയുള്ള ആകാശ ഗമനത്തിന് തുടക്കം. പരുന്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ജീവിതത്തിന്റെ സന്നിഗ്ധ ഘട്ടത്തിൽ നമുക്കും വേണ്ട ഒരു പരിവർത്തനം, അതിജീവനത്തിന് വേണ്ടിയുള്ള പരിവർത്തനം. ജീവിതത്തിൽ നമ്മെ തടസ്സപ്പെടുത്തുന്ന അപ്രിയ ഓർമ്മകളെ ഇളക്കി മാറ്റാം. പിന്നോട്ട് വലിക്കുന്ന നിഷേധ മനോഭാവത്തെ പിഴുതുമാറ്റാം. മുന്നേറാൻ നമുക്ക് പ്രതിബന്ധമാകുന്ന ഏകപക്ഷമായ ചിന്താധാരകളെ മാറ്റാം. കഴിഞ്ഞ കാലത്തെ മാറാപ്പുഴയിൽ നിന്ന് സ്വതന്ത്രമാകാം. പ്രതിബന്ധമായ കടുംപിടുത്ത വിശ്വാസങ്ങളെ മാറ്റാം. തുറന്ന മനസ്സോടെ പരുന്തിനെ പോലെ നമുക്കും പറന്നുയരാം. ഇപ്പോൾ നമ്മൾ ഈ പരുന്തിന്റെ ജീവിതം നമ്മളെയും പുതിയൊരു ജീവിതത്തിലേക്ക് മാറ്റണം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ പോട്ടെ, നമുക്ക് പോസിറ്റീവ് ആകണം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മളിൽ ഉള്ള ദുശ്ശീലങ്ങളെ മാറ്റണം. തിങ്ക് ഹൈലി ഓഫ് യുവർ സെൽഫ് ബിക്കോസ് ഓഫ് ദ വേൾഡ് ടേക്സ് യു അറ്റ് യുവർ ഓൺ എസ്റ്റിമേറ്റ്.
നമ്മുടെ ചിന്തകൾ ഉന്നതമായിരിക്കണം. ഇദ്ദേഹമാണ് ജെഫ്രി പ്രസ്റ്റോൺ ബെസോസ്, അതായത് ആമസോൺ ഷോപ്പിംഗ് സൈറ്റിന്റെ ഉടമസ്ഥൻ. നിങ്ങൾക്കറിയാം, ഇദ്ദേഹം ഒരു അമേരിക്കൻ ഇന്റർനെറ്റ് എന്റർപ്രണർ ആയിരുന്നു. He is best known as the founder, CEO and president of the multinational technology company. ഇദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഇദ്ദേഹത്തിന് ഇന്റർനെറ്റിന്റെ സാധ്യതകളെപ്പറ്റി അപാരമായ നോളജ് ഉണ്ടായിരുന്നു. ടെക്നോളജിയിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു, ടെക്നോളജിയിലും സയൻസിലും. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അതിന്റെ സാധ്യതകളെപ്പറ്റി, ഇന്റർനെറ്റിനെ എങ്ങനെ കൂടുതൽ ജനകീയമാക്കാമെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്തു. ലോകത്തിലെ എല്ലാ ബുക്കുകളെയും ഒറ്റ കൂരയ്ക്കുള്ളിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം, അതായത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമുക്കറിയാം, വായനാശീലമുള്ളവരല്ലേ, അവർക്ക് ലോകത്തിലെ എല്ലാ ബുക്കുകളും ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടി ഓൺലൈൻ ലൈബ്രറി പോലെ അദ്ദേഹം പുതിയ പുതിയ ചിന്താഗതികൾ ഉണ്ടാക്കി. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഈ വിജയത്തിന് വേണ്ടി അദ്ദേഹത്തിനുണ്ടായിരുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അദ്ദേഹം ഏറ്റവും വിജയിച്ച് ഇപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കോടീശ്വരനായി മാറിയിരിക്കുകയാണ്. അതുപോലെ നമുക്കിപ്പോൾ അറിയാം, ആമസോൺ കമ്പനി വഴി പലതരത്തിലുള്ള ഷോപ്പിംഗ് ഇത് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ് ഈ ഷോപ്പിംഗ് സൈറ്റ്. ഇതിന് പുതിയതിൽ നിന്ന് പുതിയ നൂതന ആശയങ്ങൾ നമുക്ക് വേണം. ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ഒരു പുതിയ ചിന്താഗതി വരുമ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയരുത്. നമ്മൾ അതിന് പോസിറ്റീവും നെഗറ്റീവും എടുത്ത് നല്ലതിനെ സ്വീകരിക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ഐ കാണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും നമുക്ക് വിജയമാകത്തില്ല. എന്നാൽ ഐ വിഷ് ഐ കുഡ്, ഐ തിങ്ക് ഐ മൈറ്റ്, ഐ തിങ്ക് ഐ ക്യാൻ, ഐ വിൽ ഉണ്ടെങ്കിൽ ഐ ഡിഡ്. നമുക്ക് ചാൻസ് ഓഫ് സക്സസും ഈ ആറ്റിറ്റ്യൂഡും തമ്മിലൊരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് 100% നമുക്ക് സക്സസ് ആവും. ഇങ്ങനത്തെ ഐ ഡിഡ് എന്നുള്ള ആ കൺസെപ്റ്റിൽ നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത വിജയത്തിന് വളരെയധികം ആവശ്യമാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം. ഇപ്പം നമുക്ക് ഈ പടത്തിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം കാണാം. രണ്ട് പേരുടെ മനോഭാവം നമുക്കൊന്ന് കാണാം. ഒരാൾ സന്തോഷമായിട്ട് ആ ഗ്ലാസിൻ്റെ അടുത്തോട്ട് ഓടി വരുമോ, ഹോ എനിക്ക് കുടിക്കാൻ വെള്ളമുണ്ടല്ലോ, 1/2 ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാൻ ധാരാളം. എന്നാൽ വേറൊരുത്തൻ പിണങ്ങി മാറി നിൽക്കുക. എന്താ കാരണം? അവൻ പറയുകയാണ്, 1/2 ഗ്ലാസ് വെള്ളമേ ഉള്ളൂ, എനിക്ക് തികയത്തില്ല. ഇത് രണ്ടുപേരുടെ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. അന്നേരം ഒരാൾ പോസിറ്റീവായിട്ട് എടുത്തു, മറ്റേ നെഗറ്റീവായിട്ട് എടുത്തു. സന്തോഷം കണ്ടെത്തുന്ന ആളാരായിരിക്കും? 1/2 ഗ്ലാസ്സേ ഉള്ളൂ, എനിക്ക് കുടിക്കാമല്ലോ എന്ന് പറയുന്ന ആളാണ്. വെദർ എ ഗ്ലാസ് ഈസ് ഹാഫ് ഫുൾ ഓർ ഹാഫ് എംപ്റ്റി depend on the attitude of the person looking at it. Attitude depends on thinking process. നമ്മൾ ചിന്തിക്കുന്ന പോലെയാണ് നമ്മുടെ മനോഭാവം. Life laughs at you when you are unhappy. നമ്മളെ ദുഃഖിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മുടെ നേരെ ചിരിക്കുകയാണ്, കൊഞ്ഞനം കാട്ടും. എന്താ കാരണം? എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. അന്നേരം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെ ഓർത്ത് കരഞ്ഞോണ്ടിരുന്നാൽ കാര്യം നടക്കുമോ? അതാണ് ലൈഫ് ലാഫ്സ് അറ്റ് യു വെൻ യു ആർ അൺഹാപ്പി. നെഗറ്റീവ് തോട്ട്സ്, വേർഡ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ബ്രിങ് അപ്പ് നെഗറ്റീവ് ആൻഡ് അൺഹാപ്പി മൂഡ്സ് ആൻഡ് ആക്ഷൻസ്. വെൻ ദ മൈൻഡ് ഈസ് നെഗറ്റീവ്, പോയിസൺസ് ആർ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്. നമ്മുടെ മനസ്സ് നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിഷകരമായ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ, വിച്ച് കോസസ് മോർ അൺഹാപ്പിനെസ് ആൻഡ് നെഗറ്റിവിറ്റി. ദിസ് ഈസ് ദ വേ ടു ഫെയിലിയർ, ഫ്രസ്ട്രേഷൻ ആൻഡ് ഡിസപ്പോയിൻമെന്റ്. ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആത്മഹത്യാ ടെൻഡൻസി ഒക്കെ വരുന്നത്. അന്നേരം നമുക്ക് അതിനെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് ഒഴിവാക്കണം. നമുക്ക് എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങളാണ് വരുന്നത്, അത് ഒഴിവാക്കുക. ബാഡ് തിങ്സ് വിൽ ഹോണ്ട് യുവർ ബ്രെയിൻ സ്ട്രോങ്ങർ ദാൻ ഗുഡ് തിങ്സ്. നല്ല കാര്യം സംഭവിച്ചാലും ചീത്ത കാര്യമാണ് കൂടുതലായിട്ട് നമുക്ക് തികട്ടി വരുന്നത്. എങ്ങനെയാണ് നമുക്ക് അനാവശ്യ ചിന്തകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? നമ്മൾ പല സാഹചര്യത്തിലേക്ക് മാറുക. ഇപ്പം പെട്ടെന്നൊരു ദേഷ്യപ്പെടുന്ന ഇതാണെങ്കിൽ നമ്മൾ വേറൊരു സാഹചര്യത്തിലേക്ക് പെട്ടെന്ന് അങ്ങ് മാറിപ്പോവുക.
വർത്തമാനകാലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ഞാൻ ഇപ്പോൾ എവിടെയാണ് അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. ഉടനടി പ്രവർത്തിക്കണം. സഡൻ ഡിസിഷൻ. വിനോദ ഉപാധികൾ തിരഞ്ഞെടുക്കുക. അതായത് ഇപ്പം നമുക്ക് മൂഡ് ശരിയല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കുക, അതുപോലെ ഒരു സിനിമ കാണുക, അതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നന്നായി കിടന്ന് ഉറങ്ങണം. ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും ശീലിക്കുക. ഇവിടെ നോട്ട് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ഈശ്വരവിശ്വാസവും പ്രാർത്ഥനയും. എപ്പോഴും നമുക്ക് നമ്മെ തന്നെ ആശ്രയിക്കാൻ പറ്റത്തില്ല. നമ്മെ ആശ്രയിച്ചാൽ എല്ലായിടത്തും പരാജയപ്പെടുത്തിയേ നമ്മളുള്ളൂ. എന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചൈതന്യം നമ്മുടെ മേലിലുണ്ട്. ആ ചൈതന്യം ആണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. കുറച്ചു കാലത്തെ ജീവിതമേ ഉള്ളൂ. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിലൂടെ നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് നീങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ യോഗ പോലുള്ളവ ശീലിക്കുക. യോഗ വളരെ നല്ല കാര്യമാണ്. യോഗ നമ്മൾ യോഗാ ദിനമൊക്കെ ആചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പടത്തിൽ കാണുന്നത് ഒരു അറക്കവാളിന് ചുറ്റും ഒരു പാമ്പ് വന്ന് ചുറ്റി വരിഞ്ഞ് കിടക്കുക. ഈ പാമ്പ് ഒരു പണിശാലയിലൂടെ പോയപ്പോൾ ഒരു അറക്കവാളിൻ്റെ സൈഡിൽ ചെന്ന് തട്ടി അതിൻ്റെ ദേഹം. അപ്പോൾ പാമ്പ് ഓർത്തു ഈ അറക്കവാള് അതിനെ മുറിപ്പെടുത്തുന്ന, കാരണം മൂർച്ചയുള്ള ഭാഗം അല്ലേ, അതിൻ്റെ ശത്രുവാണെന്ന് ഓർത്തുകൊണ്ട് ഈ പാമ്പ് ആ അറക്കവാളിനെ അങ്ങ് വല്ലാതെ വരിഞ്ഞു മുറുക്കി. എന്തായിരിക്കും സംഭവിക്കുന്നത്? പാമ്പ് തന്നെ രക്തം വാർന്ന് ചത്തുപോയി. ഇതുപോലെയാണ് നമ്മൾ അനാവശ്യ കാര്യങ്ങൾ, അതായത് നമ്മളോട് ആരെങ്കിലും ഏറ്റുമുട്ടി അല്ലെങ്കിൽ എതിരിട്ടു എന്ന് പറഞ്ഞ് അവരെപ്പറ്റി മാത്രം ചിന്തിച്ച് അവരോട് തന്നെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മളിൽ നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടായി, ഹോർമോൺസുകളുണ്ടായി, നമ്മളുടെ നല്ല ഗുണങ്ങളെയൊക്കെ അത് മാറ്റിക്കളഞ്ഞ് നമ്മളെ തന്നെ നശിപ്പിച്ചു കളയും. എന്നാൽ ഇതിന് കാരണക്കാരായവർ ചിലപ്പോൾ ഇതുപോലും അറിയത്തില്ല. അവർ സന്തോഷിച്ച് നടക്കുകയും ചെയ്യും. നമ്മൾ അവരോടുള്ള വൈരാഗ്യം കാരണം നമ്മൾ സ്വയം നശിക്കുകയും ചെയ്യും. അതെപ്പോഴും ഒഴിവാക്കണം. അതുകൊണ്ടാണ് ക്ഷമ വേണം എന്ന് പറയുന്നത്. ക്ഷമ നമുക്ക് വേണ്ടി തന്നെയാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഔഷധമാണ് ക്ഷമ. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. നമുക്ക് പല പരാജയങ്ങളുണ്ടാകാം, പക്ഷെ അതിലൊന്നും നമ്മള് വീണ് പോകരുത്. ഇതാരാണ്? എബ്രഹാം ലിങ്കൺ. അദ്ദേഹം കച്ചവടം നടത്തി പൊളിഞ്ഞു. 21-ാം വയസ്സിൽ. 22-ാം വയസ്സിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റു. 24-ാം വയസ്സിൽ വീണ്ടും കച്ചവടം തുടങ്ങി. അധികം താമസിയാതെ പൊളിഞ്ഞു. 26-ാം വയസ്സിൽ കാമുകി മരിച്ചു. 27-ാം വയസ്സിൽ മാനസിക രോഗമുണ്ടായി, അതായത് അൺബാലൻസ് ആയിട്ട്. 34-ാം വയസ്സിൽ പാർലമെന്റ് ഇലക്ഷൻ തോറ്റു. 45-ാം വയസ്സിൽ സെൻട്രലിലേക്കുള്ള മത്സരത്തിൽ തോറ്റു. എത്ര തോൽവികളല്ലേ! 49-ാം വയസ്സിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റു. 52-ാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. നോക്കൂ ഈ ജീവിത ചരിത്രം. 52 വയസ്സായപ്പോഴാണ് നമ്മുടെ അബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. അതുവരെ അദ്ദേഹത്തിന് തോൽവിയായിരുന്നു. പക്ഷെ അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം മുന്നേറുകയായിരുന്നു. ദൈവവിശ്വാസത്തിൽ മുന്നേറി. അതാണ് പോസിറ്റീവ് തിങ്കിങ്. നമ്മൾ അബ്രഹാം ലിങ്കനെ പോലെ പോസിറ്റീവ് തിങ്കേഴ്സ് ആകണം. ലൈഫ് സ്മൈൽസ് അറ്റ് യു വെൻ യു ആർ ഹാപ്പി. നമ്മൾ ജീവിതത്തിൽ സന്തോഷിക്കുമ്പോൾ ജീവിതം നമ്മുടെ നേരെ ചിരിച്ചു കാണിക്കുന്നു. ലൈഫ് സല്യൂട്ട് യു വെൻ യു മേക്ക് അതേഴ്സ് ഹാപ്പി. നമ്മൾ തന്നെ സന്തോഷരാകാതെ മറ്റുള്ളവരെ കൂടി സന്തോഷത്തിൽ നമ്മുടെ സന്തോഷത്തിൽ ഉൾപ്പെടുത്തണം. അന്നേരം ലൈഫ് സല്യൂട്ട് ചെയ്യും നമ്മളെ. റീഡ് അറ്റ്ലീസ്റ്റ് 1 പേജ് ഓഫ് ഇൻസ്പയറിംഗ് ബുക്ക് എവറി ഡേ. നല്ല നല്ല ബുക്കുകളൊക്കെ വായിക്കുക. അതുപോലെ നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ ഒക്കെ വായിക്കുക. നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും. അസോസിയേറ്റ് യുവർ സെൽഫ് വിത്ത് പീപ്പിൾ ഹു തിങ്ക് പോസിറ്റീവ്ലി. എല്ലാ ആൾക്കാരെയും കൂടെ ഒരുമിച്ച് കൂട്ടുക. ഫൈൻഡ് റീസൺ ടു സ്മൈൽ മോർ ഓപ്പൺ. ട്രൈ ടു സ്മൈൽ ക്യൂട്ടി അറ്റ് എനി സിറ്റുവേഷൻ. ശിശുക്കളെ പോലെ നിഷ്കളങ്കരായിരിക്കുക. പിന്നെ എപ്പോഴും ഇരിക്കുമ്പോൾ നിങ്ങൾ യുവർ ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓൾവേസ് സിറ്റ് ആൻഡ് വാക്ക് വിത്ത് യുവർ ബാക്ക് സ്ട്രെയിറ്റ്. ദിസ് വിൽ സ്ട്രെങ്തൻ യുവർ കോൺഫിഡൻസ് ആൻഡ് ഇന്നർ സ്ട്രെങ്ത്. നിങ്ങൾ വിരിഞ്ഞ് നടക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ? അന്നേരം നിങ്ങൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ധൈര്യം, ഇന്നർ സ്ട്രെങ്തും ഒക്കെ അവിടെ കൂടുന്നു.
പോസിറ്റീവ് തിങ്കിങ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സക്സസ്ഫുൾ പേഴ്സൺ ആൻഡ് അതേഴ്സ് ഇസ് നോട്ട് എ ലാക്ക് ഓഫ് നോളജ്. എല്ലാ ഫീൽഡിലും വിജയിച്ച മനുഷ്യര് അവർക്ക് എല്ലാവിധ നോളജും ഉണ്ടാകണമെന്നില്ല, പക്ഷേ അവർക്ക് എന്തുണ്ട്? ഒരു മനസ്സുണ്ട്, വിജയിക്കാനുള്ളൊരു മനസ്സ്. അതാണ് പറയുന്നത്, ബട്ട് റാദർ എ ലാക്ക് ഓഫ് വിൽ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സക്സസ്ഫുൾ പേഴ്സൺ ആൻഡ് അതേഴ്സ് ഇസ് നോട്ട് എ ലാക്ക് ഓഫ് നോളജ് ബട്ട് റാദർ എ ലാക്ക് ഓഫ് വിൽ. മനസ്സ് വേണം. ആൻഡ് ദ വിൽ ഈസ് നത്തിങ് ബട്ട് യുവർ തിങ്കിങ്. നമ്മുടെ ചിന്തകളാണത് അതിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ചിന്തകൾ എപ്പോഴും യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, യെസ് ഐ ഡിഡ് ഇറ്റ് എന്നുള്ള ആയിരിക്കണം ഓൾവേസ്. ഇതാണ് ധീരുഭായ് അംബാനി. ഗുജറാത്തിൽ ജനിച്ചു. ഇദ്ദേഹത്തിന്റെ മക്കളെപ്പറ്റി നമുക്കറിയാം, മുകേഷ് അംബാനിയും അനിൽ അംബാനിയും അല്ലെ. പക്ഷെ യഥാർത്ഥ ഈ വ്യവസായ ഗ്രൂപ്പിന്റെ എല്ലാത്തിന്റെയും ഫൗണ്ടർ എന്ന് പറയുന്നത് ഈ അച്ഛനായ ധീരുഭായ് അംബാനി ആയിരുന്നു. ഇദ്ദേഹം ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. ഇദ്ദേഹം 16-ാം വയസ്സിൽ പഠനം നിർത്തി യമനിലേക്ക് എണ്ണ കമ്പനിയിൽ ജോലിക്ക് പോയി. അവിടെ ഇദ്ദേഹത്തിന് ഒരു മനസ്സുണ്ടായിരുന്നു, ഏത് കാര്യത്തിലും ആരും കാണാത്ത ലാഭം കാണുന്നൊരു മനസ്സ്. ആ മനസ്സ് വെച്ച് അദ്ദേഹം പല വ്യാപാരങ്ങളും നടത്തി. അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. യമനിലെ ജോലി നഷ്ടപ്പെടുത്തി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ അധ്യാപകനായ അച്ഛന് വളരെ ദുഃഖമായിരുന്നു. കാരണം ഈ അദ്ദേഹം അധ്യാപകനാകുന്നതിന് മുമ്പ് ഒരു ബിസിനസ്സുകാരനായിരുന്നു. പക്ഷെ ബിസിനസ്സിൽ 8 നിലയിൽ പൊട്ടി. അതുകൊണ്ട് മകൻ ബിസിനസ്സിലേക്ക് തിരിയുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് നിഷ്കളങ്കരായിരിക്കുന്നവർക്ക് ബിസിനസ് വിജയം കൈവരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് മകനെ പറ്റി വിലപിച്ചത്, എന്റെ പുള്ള ഒരു പൊട്ടനായി പോയല്ലോ എന്നർത്ഥമാണ് അദ്ദേഹം വിലപിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകളെല്ലാം മാറ്റി മകനായ ധീരുഭായ് അംബാനി വൻ വിജയമാണ് വ്യവസായത്തിൽ നേടിയത്. അതാണ് റിലയൻസ് കമ്പനിയുടെയൊക്കെ ഉടമയാണ് അദ്ദേഹം, ഫൗണ്ടറാണ്. അദ്ദേഹം മരിച്ചപ്പോൾ 25.6 ബില്യൺ അപ്പോൺ ഹിസ് ഡെത്ത് ആയിരുന്നു വെർത്ത് അദ്ദേഹത്തിന്റെ ആസ്തി ഉണ്ടായിരുന്നത്. അന്നേരം നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ മാതാപിതാക്കളും ഒക്കെ പല സമയത്തും ചിലപ്പോൾ നിങ്ങൾ പൊട്ടന്മാരാന്നൊക്കെ പറയുമായിരിക്കും അല്ലെ, പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാലും നിങ്ങളുടെ അംബീഷൻ അത് ആത്മാർത്ഥമായതാണെങ്കിൽ, ആത്മാർത്ഥമായ സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. ധീരുഭായ് അംബാനി പറഞ്ഞത്, ഞാൻ വളരുവാണെങ്കിൽ ഇന്ത്യയും വളരുമെന്നാണ്. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അന്നേരം ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ഏറ്റവും വലിയ വ്യവസായ ഭീമനായി മാറി നമ്മുടെ ഇന്ത്യയിൽ. ഇതെല്ലാം നമുക്കൊരു നല്ല മാതൃകയാണ് ധീരുഭായ് അംബാനി. അന്നേരം നമുക്ക് സക്സസ് നേടണമെങ്കിൽ നമ്മുടെ നോളജ് 15% ആണെങ്കിലും മതി. നമ്മുടെ മനോഭാവം, ആറ്റിറ്റ്യൂഡ് 85% വേണം. നമ്മുടെ മനോഭാവം പോസിറ്റീവ് ആണേലും നെഗറ്റീവ് ആണേലും നമ്മൾ അതിനെ എന്ത് വന്നാലും ആ പ്രതിസന്ധികളെ നേരിടാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആ ഫീൽഡിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നു. A study by Harvard University found that when a person gets a job, 85% of the time it is because of their attitude and only 15% of the time because of how smart they are and how many facts and figures they know. ഇവിടെ നമ്മൾ ആറ്റിറ്റ്യൂഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയാണ്. The human being can alter their life by altering their attitudes. But it is possible to practice positive thinking in today's complex world. നമ്മുടെ ഈ സങ്കീർണമായ ലോകത്ത് ഇത് സാധ്യമാണോ? We cannot direct the wind, but we can certainly adjust our sails. നമുക്ക് പവർ ഓഫ് ചോയ്സ്, നമ്മുടെ ചോയ്സ് ആണത്. You could choose to be either a victim or a victor. ഒരു ജേതാവാകണോ ഇരയാകണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ ചോയ്സ് ആണത്. നമുക്ക് സോയിച്ചിറോ ഹോണ്ട, ഫൗണ്ടർ ഓഫ് ഹോണ്ടയുടെ ഈ വീഡിയോ ക്ലിപ്പിംഗ് ഒന്ന് കാണാം. He was born in a small village in Japan. 1906 His father was a blacksmith. ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു. അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ തന്നെ അച്ഛനെ സഹായിച്ചിരുന്നു.
Soichiro Honda develops a lot of interest and curiosity in the way machine worked. At 50, without any formal education, he left home. He started working as an assistant at a garage in the daytime. At night, he would work in a second workshop where a car design. At 22, he returned home to start his own auto repair business. Soon he began producing piston rings. അദ്ദേഹം തന്നെത്താനെ പിസ്റ്റൺ റിങ്സ് ഡെവലപ്പ് ചെയ്തു. ഇതിനു വേണ്ടി അദ്ദേഹത്തിന്റെ വൈഫിന്റെ ആഭരണങ്ങൾ വരെ വിറ്റു. After years of hard work, he was finally able to complete his design. ഈ ഡിസൈനും കൊണ്ട് ടൊയോട്ട കമ്പനിയിൽ ചെന്നപ്പോൾ അവരത് റിഫ്യൂസ് ചെയ്തു, വേണ്ടെന്ന് പറഞ്ഞു. After 2 more years of hard work, he founded his own company to ടൊയോട്ട കമ്പനി ഉണ്ടാക്കി. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിനകത്ത് അദ്ദേഹം ഇതെല്ലാം നശിച്ചു. He was forced to sell what was left of his company to Toyota. ടൊയോട്ടയ്ക്ക് അദ്ദേഹം വിറ്റു. Because of the war, Japan was in a state of crisis. He did not have enough gas in his car for him to drive and buy food for his family. ഇതിനു പോലും പറ്റിയില്ല. അപ്പോഴാണ് അദ്ദേഹം സൈക്കിളിൽ പിസ്റ്റൺ വെച്ച്, സൈക്കിളിൽ ചെറിയ മോട്ടോർ വെച്ച് ഒരു ഇതുണ്ടാക്കി. He had created the first motorized bike. ഒരു പുതിയ കണ്ടുപിടുത്തമായിരുന്നു സാധാരണക്കാർക്ക് വേണ്ടി. He decided to build his own factory to manufacture his own motors. So he wrote a letter to 18,000 bike owners in Japan, Fundian, അവർക്ക് വേണ്ടി. Initially, his motorbikes did not turn out to be a big success, but soon he created the perfect motorbike. His journey to success had finally begun in 1948. He founded Honda Motor. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഹോണ്ട സിറ്റി, നമ്മുടെ ഇന്ത്യയിൽ ഹോണ്ട സിറ്റി, ഹോണ്ട ബൈക്ക്, അങ്ങനെയുള്ള പല വെഹിക്കിൾസ് അദ്ദേഹത്തിൻ്റെയാണ്. His hard work and determination made his company the second largest automobile manufacturer in Japan. Soichiro Honda, founder of Honda. എളിയ നിലയിൽ നിന്ന് തുടക്കം. He is Soichiro Honda, the man who never gave on his dreams. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. നമുക്കും സോയിച്ചിറോ ഹോണ്ടയെ പോലെ നമ്മുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാതെ വിജയത്തിലേക്ക് നമുക്ക് നീങ്ങണം. How to stay positive? നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആകാം? എപ്പോഴും പോസിറ്റീവ് ആകണം. പെട്ടെന്ന് എല്ലാം നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാം പോസിറ്റീവ് തിങ്കിങ് ആകണമെന്നില്ല. അന്നേരം ചില അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടാം. അന്നേരം അതിനുവേണ്ടി നമ്മൾ നമ്മുടെ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കണം. ഈ വീഡിയോ ക്ലിപ്പ് നമുക്ക് കാണാം. വെയിറ്റ് ഫോർ ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ ഓരോ തവണ ഇട്ട് കൊടുക്കുമ്പോഴും ഒരു സമയം ഒരു മീനിന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് വെച്ച് ബാക്കിയുള്ള മീനുകളൊന്നും ശ്രമം ഉപേക്ഷിക്കുന്നില്ല. അതെല്ലാം അടുത്ത അവസരത്തിനായി കാത്തിരിക്കുന്നു. അതുപോലെയാണ് നമ്മുടെ കാര്യം. ഒരുപാട് തവണ ശ്രമിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ ശ്രമം ഉപേക്ഷിക്കരുത്, അവസരത്തിനായി കാത്തിരിക്കുക. വിജയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന് മാത്രമാണ്. നമ്മള് വിജയത്തിന് വേണ്ടി കാത്തിരിക്കുക. ഓരോ അവസരം നഷ്ടപ്പെട്ടെന്നോർത്ത് സങ്കടപ്പെടരുത്. നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള ആൾക്കാര്, പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ അല്ലെ, അതിനെപ്പറ്റിയൊക്കെ ഒരു ബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതർ പീപ്പിൾ ബിഹേവിയർ, നെഗറ്റീവ് വർക്ക് എൻവയൺമെന്റ്, നെഗറ്റീവ് വേൾഡ് വ്യൂ, ഡിറ്റർമിനിസം തിയറി, പാസ്റ്റ് എക്സ്പീരിയൻസ്, ചേഞ്ചിങ് എൻവയൺമെന്റ്, ഇതെല്ലാം നമ്മുടെ ചുറ്റും നടക്കുന്നതാണ്. ബിവെയർ ഓഫ് എൻവയൺമെന്റ് ബുള്ളറ്റ്സ്. നമ്മുടെ എൻവയൺമെന്റിൽ പലതരത്തിലുള്ള ശരങ്ങളുണ്ടാവും. ആ ശരങ്ങളെല്ലാം നമ്മളിലേക്ക് വരികയാണ്. ആ ശരങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയായിരിക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ എങ്ങനെ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് ആശ്രയിച്ചാണ് നമ്മുടെ വിജയം. അതർ പീപ്പിൾസ് ബിഹേവിയർ, ചെയർഫുൾ ആകാം, എക്സ്പെക്ടേഷൻ, എക്സ്പ്രസീവ്, പെസിമെന്റ്, ബിലീവ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ബിഹേവിയർ ആണ് നമ്മൾ കാണുന്നത്.
നെഗറ്റീവ് വർക്ക് എൻവയോൺമെന്റും ആ നമ്മുടെ ചുറ്റുപാടും. നമ്മൾ എത്ര നല്ലപോലെ ജോലി ചെയ്താലും ഒരു നല്ല വാക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കത്തില്ല. പക്ഷെ നമ്മൾ അതിൽ നിരാശരാകരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ തട്ടിപ്പറയുക, നിങ്ങൾ നല്ലതാണ് ചെയ്തത്, വെരി ഗുഡ്. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് നമ്മളിലേക്ക് വരും. മറ്റുള്ളവർ അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കണം. അതാണ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്. നോ വൺ അപ്രീഷിയേറ്റ് യുവർ കോൺട്രിബ്യൂഷൻസ്, ടു മച്ച് വർക്ക്, ഡെഡ് ലൈൻസ് ആർ അൺറിയലിസ്റ്റിക്, ലോങ്ങർ അവേഴ്സ്, അഡീഷണൽ വർക്ക്, ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ്, പ്യുവർ മാനേജ്മെന്റ്, ജോബ് ഇൻസെക്യൂരിറ്റി ഒക്കെ വരാം. അന്നേരം അതൊക്കെ നെഗറ്റീവ് വർക്ക് എൻവയോൺമെന്റ് തരുന്നതാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടണം. ചേഞ്ചിങ് എൻവയോൺമെന്റ് challenges our paradigms after the way we think, makes life more difficult for a while. Cause stress is an ongoing fact of life. ചേഞ്ചിങ് എൻവയോൺമെന്റ് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്ക് പലതരത്തിലുള്ള വിഷമങ്ങൾ വരും. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കേണ്ടി വരുന്നു, നമുക്ക് നിരാശ വരുന്നു, നമ്മളെ ചവിട്ടി താഴ്ത്തുന്ന പോലെ തോന്നുന്നു. ഇതെല്ലാം നമ്മളിലേക്ക് ഒരു സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ കൊണ്ടുവരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും നിരാശരാകരുത്. ഡിറ്റർമിനിസം തിയറി അനുസരിച്ച് പറയുന്നത് പലതരത്തിലുള്ള ബുള്ളറ്റ്സ് ഉണ്ട്. അതായത് നമ്മളിൽ തന്നെ ഉണ്ട്. ജെനറ്റിക്സ്, സൈക്കിക്ക്, എൻവയോൺമെന്റൽ. അതായത് മൈ ഗ്രാൻഡ് പാരന്റ്സ് ഡിഡ് ഇറ്റ് ടു മീ, അങ്ങനെയുള്ള ശരങ്ങൾ. അതുപോലെ മൈ പാരന്റ്സ് ഡിഡ് ഇറ്റ് ടു മീ, എന്നോട് എൻ്റെ മാതാപിതാക്കൾ ചെയ്തു. എൻവയോൺമെന്റൽ, മൈ സ്പൗസ്, മൈ ബോസ്, ദ കമ്പനി, ദ എക്കോണമി എക്സെട്ര ഈസ് ഡൂയിങ് ദിസ് ടു മീ. പലതരത്തിലുള്ള ആൾക്കാർ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതൊന്നും ഓർത്ത് ഇരിക്കരുത്. സം പീപ്പിൾ ജസ്റ്റ് ബോൺ പോസിറ്റീവ് തിങ്കേഴ്സ്, എല്ലാവരും പോസിറ്റീവ് തിങ്കേഴ്സ് ആയിട്ടാണോ ജനിച്ചു വീഴുമ്പോഴേ? ഓർ ഈസ് ഇറ്റ് ദർ ചോയ്സ്? അതെ, നമ്മുടെ ചോയ്സ് ആണ് നമ്മൾ പോസിറ്റീവ് തിങ്കിങ് നടത്തണോ നെഗറ്റീവ് തിങ്കിങ് നടത്തണോ എന്നുള്ളത്. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ രണ്ട് കയ്യിലും എന്തുണ്ട്? പോസിറ്റീവും നെഗറ്റീവും അടങ്ങി രണ്ട് ബാഗ് ഉണ്ട്. അന്നേരം നമുക്ക് ഏത് സെലക്ട് ചെയ്യണം? പോസിറ്റീവേ സെലക്ട് ചെയ്യാവുള്ളൂ, അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ പേഴ്സൺ ആകാൻ പറ്റത്തുള്ളൂ. തിങ്കിങ് ചേഞ്ചസ് കം ഫ്രം ഒബ്സർവിംഗ് ലോജിക്കലി ഇൻ എവറി സിറ്റുവേഷൻ. നമ്മുടെ ചിന്ത പോലെ ഇരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കാം, നമ്മൾ സംതൃപ്തരാകാം നമുക്ക് പോസിറ്റീവ് ചിന്തകളുണ്ടെങ്കിൽ. നമ്മുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളാണ് ജീവിത വിജയത്തിന് വേണ്ടത്. ഇപ്പം നെഗറ്റീവ് ലോജിക്കേ ഉള്ളെങ്കിൽ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഉയരാൻ പാടില്ല. എന്നാൽ അത് പോസിറ്റീവ് തിങ്കിങ് ആണെങ്കിലോ നമുക്ക് ഉയരാൻ സാധിക്കും. അതുപോലെ തന്നെ ഫാക്റ്റ്, ഇമോഷൻസ്, കൺട്രോള്, നമ്മൾ ഇമോഷൻ കൺട്രോളൊക്കെ നമുക്ക് വേണം. അല്ലെങ്കിൽ അതൊക്കെ നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും. നമുക്കൊരു ഗ്രാഫ് വരച്ചാൽ സെൽഫ് ഡെവലപ്മെന്റും സക്സസും തമ്മിൽ നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം? ഇമോഷൻസ്, നെഗറ്റീവ് ലോജിക്ക്, ഫാക്റ്റ്, പോസിറ്റീവ് തിങ്കിങ്, ക്രിയേറ്റീവ്, കൺട്രോൾ. നമ്മൾ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊരു കഴിവ് നമുക്കുണ്ടാകണം. പലതരത്തിലുള്ള ഇമോഷൻസ് നമുക്ക് പല സന്ദർഭങ്ങളിൽ വരാം. അതിനെയൊക്കെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈയിടെ കണ്ടു, നമ്മുടെ കേരളത്തിൽ തന്നെ നടത്തിയ, അതായത് അമേരിക്കയിൽ നേഴ്സിനെ കുത്തിക്കൊലപ്പെടുത്തി. 15-17 കുത്താണ് ആ ഒരു ശരീരത്തിനേറ്റത്. അതായത് ആ കുത്തിയ ആൾക്ക് അയാളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. അത്രയ്ക്കും വൈരാഗ്യവും അത്രയ്ക്കും ഇതും. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ഇമോഷനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെ പോലെ ആയി പോവുകയാണ്. അത് ഓർക്കുക. നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിനും നമ്മുടെ ജീവിത വിജയത്തിനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമ്മൾ കൺട്രോൾ ചെയ്ത് ക്രിയേറ്റീവായിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ജീവിതത്തിൽ വിജയം നേടണം. നമുക്കറിയാം, ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, രാവിലെ പത്രം വായിച്ചപ്പോൾ ഇന്നത്തെ വാരഫലം, അതിനകത്ത് ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ എന്നെ ഓർക്കുന്നത് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ബാഡ് ഡേ, അല്ലേ? എന്നാൽ നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അത് ചിന്തിക്കത്തില്ല. പക്ഷെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് അങ്ങ് ഹോണ്ട് ചെയ്ത് നടക്കും. ഇന്ന് എനിക്ക് ചീത്ത കാര്യം സംഭവിക്കും. ഇവിടെ നമ്മളെ പോസിറ്റീവായിട്ടുള്ള കാര്യം കൂടുതലായിട്ട് ചിന്തിക്കുക. ദിസ് ഈസ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ ഡേ എന്ന് തന്നെ ചിന്തിക്കുക. ഇഫ് യു തിങ്ക് യു ക്യാൻ ഓർ യു തിങ്ക് യു ക്യാൻ, ഓക്കെ, അതാണ് ഓർത്തിരിക്കുക. നിങ്ങൾ ചിന്ത പോലെയാണ് നമ്മളുടെ അന്നത്തെ ദിവസവും. വെദർ യു തിങ്ക് യു ക്യാൻ ഓർ തിങ്ക് യു ക്യാൻറ്റ്, യു ആർ റൈറ്റ്. നിങ്ങൾക്ക് പറ്റുമെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് പറ്റും. ഇവിടെ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് വിൽമ റുഡോൾഫ് എന്ന ഒരു അമേരിക്കക്കാരിയാണ്. വിൽമ റുഡോൾഫ്. ഈ മാഡം
3-ാം വയസ്സിൽ പോളിയോ വന്ന് കാലുകൾ ശോഷിച്ച് നടക്കാൻ വയ്യാതായി. പോളിയോ ബാധിച്ചു. ഈ കുഞ്ഞ് 9-ാം വയസ്സിൽ അവളുടെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു കോല് വെട്ടിത്താ, എനിക്ക് നടക്കണം. അമ്മ അന്തം വിട്ടു. എൻ്റെ കുഞ്ഞെ, നീ എങ്ങനെ നടക്കും? നിനക്ക് കാലിന് ശേഷിയില്ലാത്തതാണ്. അതൊന്നും ഇല്ല അമ്മ, എനിക്ക് നടക്കണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചപ്പം അമ്മ ഒരു കോല് വെട്ടിക്കൊടുത്തു. അവൾ നടക്കാൻ തുടങ്ങി. 13-ാം വയസ്സിൽ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഓടണം. അമ്മ പറഞ്ഞു, നിന്നെ മറ്റുള്ളവർ കളിയാക്കും, നീ ഈ ട്രാക്കിൽ വീഴും. അതൊന്നും സാരമില്ല അമ്മേ. അമ്മ ഒരു നാൾ അമ്മയും ഈ ലോകവും നോക്കിയിരിക്കും എൻ്റെ ഓട്ടം കാണാൻ വേണ്ടി. അങ്ങനെ ആ അമ്മയോട് പറഞ്ഞ ആ വാക്കുകൾ ഒരിക്കലും അത് പാഴ്വാക്കുകളായി മാറിയില്ല. ആ ലേഡിയാണ് വിൽമ റുഡോൾഫ്. 1960 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ ഓട്ടമത്സരം എന്ന് പറഞ്ഞാൽ വെറും ഓട്ടമത്സരമല്ല, ലോകത്തിലെ ഏറ്റവും മികച്ച കായിക മേഖലയിലെ മാമാങ്കമായ ഒളിമ്പിക് സ്വർണം നേടി വിൽമ റുഡോൾഫ്. ഈ വിൽമ റുഡോൾഫൊക്കെ നമുക്കൊക്കെ വളരെ പ്രചോദനമായിരിക്കണം. ഇല്ലായ്മയിൽ നിന്ന്, അതായത് കാലിന് ശേഷിക്കുറവിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരിയായി മാറിയതെന്ന് ഓർക്കുക, വിൽമ റുഡോൾഫ്. അപ്പോൾ നമുക്ക് എന്തെല്ലാം സാധിക്കും, എല്ലാ കായിക ശേഷിയുമുള്ള നമ്മൾ. അതുകൊണ്ട് ആ പോസിറ്റീവ് ബിഹേവിയർ റീപ്ലേസ് ദ ബാഡ് ഹാബിറ്റ്സ്. നമ്മളുള്ള ബാഡ് ഹാബിറ്റ്സിനെയൊക്കെ നമുക്ക് ദൂരെ കളയാം. സ്പ്രെഡ് എ സ്മൈൽ അറൗണ്ട്, സ്പ്രിങ്കിൾ സം പോസിറ്റീവ് ഓൺ ദ നെഗറ്റീവ്സ്. അതായത് നമ്മൾ നടക്കുമ്പോഴൊക്കെ, അതായത് നിങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഓപ്പോസിറ്റൊക്കെ ടീച്ചേഴ്സ് വരുവാണെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് ഒന്ന് വിഷ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരോടും ഒക്കെ ചെയ്യുക. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ നിങ്ങളാണ് ഞങ്ങളുടെ സമ്പത്ത്. അതായത് നിങ്ങളുടെ സ്മൈലാണ് ഞങ്ങളുടെ സന്തോഷം. അതൊക്കെ ഒന്ന് ഓർത്ത് മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ സന്തോഷം പകരുക. ഫോക്കസ് ഓൺ ദ ഗുഡ് ഓഫ് ഈച്ച് ഡേ. സേ പ്ലീസ് ആൻഡ് താങ്ക് യു. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷുകാരെ പോലെ തന്നെ പഠിക്കണം. കുറച്ച് നല്ല നല്ല വാക്കുകളൊക്കെ നമ്മൾ ശീലിക്കണം. ഒരു കാര്യം കിട്ടിക്കഴിയുമ്പോൾ താങ്ക് യു പറയാനും, ഒരു കാര്യം ചെയ്യാവോന്ന് ചോദിക്കുമ്പോൾ പ്ലീസ് എന്ന് പറയാനും ഒക്കെ നമ്മൾ സാധിക്കണം. പ്രാക്ടീസ് എമ്പതി, തദാനുഭാവം. അതായത് മറ്റുള്ളവരും എന്നെപ്പോലെ തന്നെയാണെന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകണം. എങ്കിലും നിങ്ങൾക്ക് മറ്റുള്ളവരോടൊരു സ്നേഹവും ഒരു താല്പര്യമൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഇവാലുവേറ്റ് യുവർ ബിഹേവിയർ. നെവർ മിസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കോംപ്ലിമെന്റ്. മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കി കളയരുത്. മറ്റുള്ളവർ നല്ല കാര്യം പറയുമ്പോൾ അവരുടെ കൂടെ സന്തോഷിക്കുക, അവർ ദുഃഖിക്കുമ്പോൾ അവരുടെ കൂടെ ദുഃഖിക്കുക. അത് ഓർക്കുക. മറ്റുള്ളവർക്ക് സന്തോഷം പകരുക. അതുപോലെ ലിസൺ ടു സോൾഫുൾ മ്യൂസിക്. ബിഫോർ യു സേ എനിത്തിങ് ടു എനിവൺ ആസ്ക് യുവർ സെൽഫ്. അതായത് നമ്മുടെ നാക്കിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ പല കാര്യങ്ങൾ ചിന്തിക്കണം. ഈസ് ഇറ്റ് ട്രൂ? ഈസ് ഇറ്റ് ഹാംഫുൾ? ഈസ് ഇറ്റ് നെസസറി? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? മറ്റുള്ളവർക്ക് ദോഷകരമാമോ? ഇത് അത്യാവശ്യമാണോ എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടേ ഉള്ളൂ, നിങ്ങൾ ചിന്തിച്ചിട്ടേ ഉള്ളൂ നിങ്ങൾ പറയാവുള്ളൂ. വെറുതെ പറയരുത്. പോയ വാക്ക് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പലതരത്തിലുള്ള മെസ്സേജ് വരുന്നു, പലരുടെ പേഴ്സണൽ കാര്യങ്ങൾ. അതെല്ലാം ഒന്നും ഫോർവേഡ് ചെയ്യേണ്ട. അത്യാവശ്യമാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ കീപ് പ്രോമിസസ്. വാഗ്ദാനങ്ങൾ വിശ്വസ്തരായിരിക്കുക. ഹാവ് എ ഫോർഗിവിംഗ് വ്യൂ ഓഫ് പീപ്പിൾ. കീപ് ആൻ ഓപ്പൺ മൈൻഡ് വിത്ത് ചേഞ്ചസ്. കൗണ്ട് ടു 1000 ഇഫ് നെസസറി. കുറച്ചൊക്കെ താമസം വന്നിട്ടേ ഓരോ കാര്യങ്ങൾ പറയാവുള്ളൂ. കൗണ്ടൊക്കെ ചെയ്തോ. സീ ക്രിറ്റിസിസം ആസ് ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ്. കൾട്ടിവേറ്റ് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ. തമാശയൊക്കെ പറഞ്ഞ് നല്ല സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുക. മൈൻഡ് ക്യാൻ മേക്ക് ഹെൽ ഔട്ട് ഓഫ് ഹെവൻ ആൻഡ് ഹെവൻ ഔട്ട് ഓഫ് ഹെൽ. നമ്മുടെ മനസ്സിന് സ്വർഗത്തിൽ നരകം സൃഷ്ടിക്കാൻ സാധിക്കും, നരകത്തിൽ സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കും. എല്ലാം നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ് തിങ്കിങ്ങിനെ പറ്റി പറയുന്നത്. നെഗറ്റീവ് ചിന്തയുള്ളവർ എവിടെ ചെന്നാലും നരകം സൃഷ്ടിക്കും. പോസിറ്റീവ് ചിന്തയുള്ളവർ എവിടെ ചെന്നാലും സ്വർഗം സൃഷ്ടിക്കും. മൈൻഡ് ഈസ് നത്തിങ് ബട്ട് യുവർ തിങ്കിങ്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ 10 ബെനിഫിറ്റ് ഉണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. 10 ബെനിഫിറ്റ്സ് ഓഫ് പോസിറ്റീവ് തിങ്കിങ്.
നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ 10 കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. ഒന്നാമത്തെ കാര്യമാണ് ഹയർ സെൽഫ് എസ്റ്റീം. നല്ല സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്നു. ആത്മാഭിമാനം. അതുപോലെ മോർ എൻജോയബിൾ ഇൻട്രാക്ഷൻ വിത്ത് അനദർ. അതെ, മറ്റുള്ളവരുമായിട്ട് നല്ല ഒരു എൻജോയബിൾ ഇൻട്രാക്ഷൻ വരുത്താം. മൂന്നാമത്തെ ബെനിഫിറ്റ് ആണ് പോസിറ്റീവ് തിങ്കേഴ്സ് ആർ മോർ സക്സസ്ഫുൾ ഇൻ ലൈഫ്. ജീവിതത്തിൽ വിജയിക്കും. നാലാമത്തത് ബൂസ്റ്റ് ഓഫ് മോട്ടിവേഷൻ. പോസിറ്റീവ് തിങ്കിങ്ങിൽ നിന്ന് ലഭിക്കുന്ന 5ാമത്തെ ബെനിഫിറ്റ് ആണ് നമുക്ക് നമ്മുടെ പ്രായം കുറവായിരിക്കും. സ്ലോവർ ഏജിങ്. അതായത് ഉത്കണ്ഠയാണ് ആകുലത ഉണ്ടാക്കുന്നത്. ഉത്കണ്ഠയൊന്നുമില്ലാതെ നല്ല പോസിറ്റീവ് തിങ്കിങ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ചെറുപ്പം നിലനിർത്തുന്നു. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വിൽ ടേൺ ഓൾ യുവർ പ്രോബ്ലംസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. എല്ലാം അവസരങ്ങളാക്കി മാറ്റും. എല്ലാ പ്രോബ്ലംസിനെയും മാറ്റുന്നു. 7ാമത്തെ ബെനിഫിറ്റ് ആണ് ഹെൽപ്സ് യു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മളെ തന്നെ നമുക്ക് കെയർ ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. 8ാമത്തെ ബെനിഫിറ്റ് ആണ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ റിലേഷൻഷിപ്പ്. മറ്റുള്ളവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കുന്നു. 9ാമത്തെ ബെനിഫിറ്റ് ആണ് ലോവർ സ്ട്രെസ് ലെവൽ. നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറ്റി നമ്മുടെ ഹൃദയത്തെ നല്ല സന്തോഷകരവും ആരോഗ്യകരവുമായ ഹൃദയമാക്കി മാറ്റുന്നു. കീപ് യുവർ ഹാർട്ട് ഹെൽത്തി. ഇതാണ് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ 10 ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയുന്നത്. ജീവിതം എന്ത് പഠിപ്പിച്ചു എന്ന ചോദ്യത്തിന് ഒരാൾ നൽകിയ മറുപടി എന്താണ് നമുക്ക് നോക്കാം. ബുദ്ധിമാൻ തെറ്റുപറ്റിയാൽ ഖേദം പ്രകടിപ്പിക്കും, വിഡ്ഢികൾ ന്യായീകരിക്കും. ഇത് നമുക്ക് നമ്മുടെ പരിസരത്തിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. പോഷന്മാർ അവരുടെ തെറ്റിനെ അംഗീകരിക്കുകയില്ല. ക്ഷമയും അധ്വാനവുമാണ് സൗഭാഗ്യങ്ങളുടെ താക്കോൽ. അതില്ലാത്തവർക്ക് ഈ ലോകം കുറെ കടങ്ങളും ബാധ്യതകളും മാത്രമാണ് തരുന്നത്. അധ്വാനിക്കുന്നവന് വൈകിയാണേലും ഒരു നാൾ വിജയം ലഭിക്കും. കാരണം ദൈവമുണ്ട്. നാം അറിയാതെ ഏത് നിമിഷവും കെട്ടുപോകുന്ന ഒരു വിളക്കാണ് നമ്മുടെ ജീവൻ. നല്ല വാക്ക്, പുഞ്ചിരി, ദാനശീലം ഇവയാണ് നമ്മുടെ എല്ലാം സ്വഭാവ ഗുണങ്ങൾ, നല്ല സ്വഭാവ ഗുണങ്ങൾ. ആരോഗ്യവും നിർഭയത്വവുമാണ് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വിലപ്പെട്ട നിധികൾ. ആരോഗ്യം. തിന്മ വിതച്ച് നന്മ കൊയ്യാമെന്ന് ആരും കരുതണ്ട. ജീവിതം ഒരു നാൾ അവസാനിക്കുമെന്ന് അറിയാമെങ്കിലും മനുഷ്യൻ കൂടുതൽ തിരക്കുകളിൽ ഏർപ്പെടുന്നു. കൂടെയുള്ളവരെ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ നിങ്ങളെ കേൾക്കാനും കൂടെയുള്ളവർ തയ്യാറാകും. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ. കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. അതാണ് പഴമക്കാർ പറയുന്നത്, കൂടെ കിടക്കുന്നതിനെ രാപ്പനി അറിയത്തുള്ളൂ എന്ന് പറയുന്നത്. പൊങ്ങച്ചം പറയുന്നവൻ അധികവും ഉള്ളിൽ കഴമ്പില്ലാത്തവനായിരിക്കും. അതായത് ഈ ഒന്നുമില്ലാത്തവനാണ് പൊങ്ങച്ചം പറയുന്നത്. നല്ല കുടുംബത്തിലും നല്ല മാതാപിതാക്കൾക്കും ജനിച്ചവർ ആ നല്ല ഗുണം കാണിക്കും. അതുകൊണ്ടാണ് നല്ല കുടുംബം നോക്കി വിവാഹം കഴിക്കണം എന്നൊക്കെ പണ്ടത്തെ കാർന്നവന്മാർ പറയുന്നത്. മരണപ്പെട്ടവർക്കെല്ലാം സാക്ഷാത്കരിക്കാൻ ബാക്കിയുള്ള ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരിക്കും. അവരോട് നമുക്ക് ചോദിക്കാൻ അവസരം കിട്ടി ചോദിക്കാമായിരുന്നല്ലേ. രോഗം പേടിച്ച് നാം ഭക്ഷണം നിയന്ത്രിക്കുന്നു, പക്ഷെ നരകം ഭയന്ന് ആരും തിന്മകളെ വർജിക്കാറില്ല. നമ്മൾ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥയായി. താങ്ക് യു.